നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഒരു യൂട്യൂബർ ചെയ്യാത്തൊരു കഥയാണ് ഞാനിന്ന് പറയുന്നത്. തിരുവനന്തപുരത്തുള്ള സിനിമാക്കാർ പോലും അറിയാത്ത ഒരു വിശേഷം. ഞായറാഴ്ച നമ്മളിന്ന് ഈ പ്രോഗ്രാം കാണുന്ന ദിവസം രാവിലെ 11 മണിക്ക് തിരുവനന്തപുരത്ത് ആഘോഷിക്കുകയാണ്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട അമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കും, സിനിമയിലെ പ്രിയപ്പെട്ട അമ്മ ആരാ തിരുവനന്തപുരത്ത്? സിനിമയുടെ ക്യാമറയുടെ മുന്നിലുള്ളൊരമ്മയല്ല, തിരുവനന്തപുരത്തെ സിനിമാക്കാരുടെ എന്താ പറയുക, സ്വന്തം അമ്മയെപ്പോലെ മലയാളത്തിലെ തിരുവനന്തപുരം വാസികളായ സിനിമാക്കാരെ മുഴുവൻ സ്നേഹിച്ച ഒരമ്മയുടെ 90 വയസ്സാണിന്ന്. നവതി ആഘോഷിക്കുകയാണ് അമ്മ. പ്രശസ്തനായ ഒരു കോളേജ് പ്രൊഫസറുടെ, അല്ലെങ്കിൽ ഒരുപാട് പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത എഴുത്തുകാരൻ്റെ 3 മക്കളിൽ ഒരുവൻ ഒരു സിനിമാക്കാരനായിരുന്നു. ഒരുവനല്ല, ഏറ്റവും ഇളയവൻ എന്ന് പറയാം. കുട്ടിക്കാലം മുതൽ ആ കുട്ടിക്ക് ഫോട്ടോഗ്രാഫിയിൽ നല്ല കമ്പമുണ്ടായിരുന്നു. വളർന്നു വന്നപ്പോൾ ഫോട്ടോഗ്രാഫറാകണം എന്നായിരുന്നു അയാളുടെ ആഗ്രഹം. കൊച്ചുമോൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയ അച്ഛൻ ഒരു ക്യാമറ വാങ്ങിക്കൊടുത്തു. എന്നാ നീ എടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞൊരു ക്യാമറ വാങ്ങിക്കൊടുത്തു. കൗമാരത്തിൽ നിന്നും യൗവനത്തിലേക്ക് കടന്നപ്പോൾ ഈ മൂന്നാമൻ്റെ മനസ്സ് മുഴുവൻ സിനിമ 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 എന്ന് മാത്രമായിരുന്നു ചിന്ത. മൂത്ത മകനാണെങ്കിൽ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ആയിരുന്നതോ മകള് ഒരു കോളേജ് അധ്യാപികയായിരുന്നതോ ഒന്നും ഈ സിനിമാ കമ്പക്കാരൻ്റെ അച്ഛനമ്മമാരെ ബാധിച്ചതേയില്ല. എൻ്റെ മൂത്ത മകൻ ഒന്നുമില്ലെങ്കിലും പ്രതിരോധ സെക്രട്ടറി അല്ലേ, അല്ലെങ്കിൽ മോള് കോളേജ് അധ്യാപികയല്ലേ, അപ്പോൾ ഈ മൂന്നാമൻ ക്യാമറയും കൊണ്ട് നടന്നാൽ മതിയോ, ഫോട്ടോ എടുത്ത് നടന്നാൽ മതിയോ, അല്ലെങ്കിൽ സിനിമ പിടിച്ചാൽ മതിയോ എന്നൊന്നും അവർ ചിന്തിച്ചില്ല. അതാണ് ആ അച്ഛനമ്മമാരുടെ വ്യത്യാസം. മൂന്നാമൻ അവൻ്റെ അഭിരുചിക്കനുസരിച്ച് വളരട്ടെ, ജീവിക്കട്ടെ എന്ന് ആ അച്ഛനമ്മമാർ ചിന്തിച്ചു. പ്രൊഫസറായ അച്ഛൻ മോനോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ: നിനക്കിഷ്ടമുള്ള ഫീൽഡ് നിനക്ക് തിരഞ്ഞെടുക്കാം, പക്ഷേ മാന്യമായ വിദ്യാഭ്യാസം നേടിയ ശേഷം മാത്രം മതി ആ യാത്ര. മകനത് ശിരസാ വഹിച്ചു. പിന്നെന്ത്, ഞാൻ പഠിക്കാവുന്നിടത്തോളം പഠിച്ചിട്ടേ സിനിമയിലേക്കും ഫോട്ടോഗ്രാഫിയിലേക്കൊക്കെ തിരിയുള്ളൂ എന്ന് അച്ഛൻ ഉറപ്പ് കൊടുത്തു. മൂത്ത മോനും മോളും നല്ല നിലയിലേക്ക് എത്തുമ്പോൾ മൂന്നാമൻ ഫോട്ടോ എടുത്തും സിനിമ എടുക്കാനുള്ള ചർച്ചയുമായി നടന്നാൽ തീർച്ചയായും ഒരമ്മയ്ക്ക് ആദ്യം ഉണ്ടാവേണ്ടതാണ്. അയ്യോ, എൻ്റെ മൂന്നാമത്തെ ചെറുക്കൻ, എൻ്റെ കടച്ചിപ്പിള്ള എന്താവും, അവൻ്റെ ഗതിയിൽ നിന്ന് ആദ്യം പിടിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ആരും ചിന്തിക്കാത്ത നിലയിലാണ് ആ അമ്മ കാര്യങ്ങളെ കണ്ടത്. അവൻ്റെ ഇഷ്ടം സിനിമയാണെങ്കിൽ അവൻ സിനിമാക്കാരനാകട്ടെ എന്ന് ആ അമ്മ ചിന്തിച്ചു. അതിനായി അവർ മകന് എല്ലാ പിന്തുണയും കൊടുത്തു. അവൻ ചോദിച്ചതെല്ലാം, ആവശ്യപ്പെട്ടതെല്ലാം ആ അമ്മ കൊടുത്തു. അവൻ്റെ സുഹൃത്തുക്കൾക്ക് സിനിമയെപ്പറ്റി ചിന്തിക്കാനും സ്വന്തം വീട്ടിൽ വച്ച് വിളമ്പി കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചു ആ അമ്മ. 5-6 ശില്പന്തികളായിട്ട് വന്നാൽ ഭയങ്കര ചർച്ചയാണ്. ടൈറ്റാനിക് പോലുള്ള സിനിമ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചർച്ചയാണ് മുറിക്കകത്ത്. പക്ഷേ ഒരിക്കലും അമ്മ ചോദിച്ചിട്ടില്ല, എന്തിനാണ് ഇവരെയൊക്കെ ഇവിടെ വിളിച്ചുകൊണ്ട് വരണമെന്ന് ചോദിച്ചിട്ടില്ല. നമ്മുടെ സാധാരണക്കാരായ ഒരു അമ്മയാണെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കും, എന്തിനീ നാശങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നത് എന്ന് ചോദിക്കും. പക്ഷേ ഈ അമ്മ അങ്ങനെയല്ല. മകൻ ആരെയെല്ലാം കൂട്ടി വന്നോ, പറയാതെ കയറി വിളിച്ചുകൊണ്ട് വരണം ഉച്ചയ്ക്ക്. പക്ഷേ അവർക്ക് വച്ചു വിളമ്പി കൊടുക്കുന്നതായിരുന്നു അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം. പ്രശസ്തിയുടെ പടവുകൾ ഓരോന്നോരോന്നായി കയറിപ്പോയ ജ്യേഷ്ഠനോ, കോളേജ് അധ്യാപികയായ ചേച്ചിയുടെ എന്താ പറയുക, വളവരെ വാങ്ങി പണയം വെച്ച് നശിപ്പിക്കുന്ന അനിയനെ വഴക്ക് പറയാനോ ശപിക്കാനോ ഒന്നും ചേട്ടനോ ചേച്ചിയോ അച്ഛനോ അമ്മയോ ഒന്നും തയ്യാറായില്ല എന്നുള്ളതാണ് ആ യുവാവിൻ്റെ വിജയം. ചേച്ചിയുടെ വളയൊക്കെ വാങ്ങിച്ച്, മാലയൊക്കെ വാങ്ങിച്ച് പണയം വെച്ച് സിനിമയ്ക്ക് തീർത്ത ആളാണ്. ദീർഘിപ്പിക്കുന്നില്ല. അതാര് ആ ഭാഗ്യവനായ സിനിമാക്കാരനെന്ന് ചോദിച്ചാൽ, ജി സുരേഷ് കുമാർ എന്ന് അറിയപ്പെടുന്ന, സൂര്യോദയ അല്ലെങ്കിൽ രേവതി കലാമന്ദിർ സുരേഷ് എന്നറിയപ്പെടുന്ന, അതിലും കൂടുതൽ മേനക സുരേഷ് എന്നറിയപ്പെടുന്ന മകനും
മകൻ്റെ കൂട്ടുകാർക്കും മടുപ്പില്ലാതെ വച്ചു വിളമ്പിക്കൊടുത്ത ആ അമ്മയാണ് MS ശാരദ നായർ. ഇന്ന് തലസ്ഥാനത്ത് കവടിയാറിലുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ അമ്മയുടെ എന്താ പറയുക നവതി ആഘോഷിക്കുകയാണ്. ബന്ധുക്കളും വേണ്ടപ്പെട്ട ആൾക്കാരുമൊക്കെ ആയിട്ട് ഞാനും ആ ചടങ്ങിൽ പങ്കെടുക്കും. നവതി എന്ന് പറയുമ്പോൾ ഭാഗ്യം ചെയ്ത അമ്മ അല്ലേ. 90-ാം വയസ്സിലെത്തുമ്പോൾ അമ്മ അറിയുന്നത് മകൻ കേരളം മുഴുവൻ അറിയുന്ന പ്രശസ്തനായ നിർമ്മാതാവ്, മകൻ BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം, മകൻ്റെ മകളാണെങ്കിൽ ദക്ഷിണേന്ത്യ മുഴുവൻ അറിയുന്ന നായിക, മകൻ്റെ ഭാര്യയാണെങ്കിൽ ഒരു കാലത്ത് മലയാളത്തിലെ പ്രേക്ഷകരുടെ ഇഷ്ട നായികയായിരുന്ന മേനക. ഇതിൽ കൂടുതൽ എന്ത് വേണമല്ലേ. അല്ലെങ്കിൽ മകളുടെ കോളേജ് അധ്യാപികയായ മകളുടെ മക്കൾ 2 ആൺമക്കളും ഇന്ന് പ്രശസ്തരായ നിർമ്മാതാക്കളാണ്. സൗദി വെള്ളയ്ക്ക് അടക്കമുള്ള സിനിമകളെടുത്ത പ്രശസ്തരായ നിർമ്മാതാക്കളാണ് മകളുടെ മക്കൾ. അപ്പോൾ എന്തുകൊണ്ടും അമ്മയ്ക്ക് സന്തോഷം പകരുന്ന, അതായത് എൻ്റെ 3ാമത്തെ മകൻ ചുവട് വെച്ചത് തെറ്റിയില്ല എന്ന് അമ്മയ്ക്ക് സന്തോഷം ഈ 90-ാം വയസ്സിലും ചിന്തിക്കാം. 90 വർഷം ജീവിച്ച് മകനും മകൻ്റെ കൂട്ടുകാർക്കും സ്നേഹത്തിൽ ചാലിച്ച ഭക്ഷണം വച്ചു വിളമ്പിയ പ്രിയപ്പെട്ട അമ്മയുടെ 90-ാം ജന്മദിനം ആ അമ്മയുടെ സ്നേഹം നുണഞ്ഞവർ ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിലപ്പുറം എന്ത് ഭാഗ്യം വേണമെന്നേ. മമ്മൂട്ടിയും MG സോമനും സുരേഷ് ഗോപിയും അടക്കം ഈ അമ്മയുടെ രുചിക്കൂട്ട് എത്ര പ്രാവശ്യം ആസ്വദിച്ചുവെന്ന് പറയാനാവില്ല. മമ്മൂട്ടിയൊക്കെ ഒരു കാലത്ത്, മമ്മൂട്ടിയും ഭാര്യ സുൽഫത്തും ഒക്കെ അമ്മയുടെ രുചിക്കൂട്ട് അറിഞ്ഞവരാണ്. സോമേട്ടൻ, അത് സുരേഷ് ഗോപി. സ്വാഭാവികമായും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആലോചിക്കും, മോഹൻലാൽ ഇല്ലേ ആ ലിസ്റ്റിലെന്ന്. നിങ്ങൾ ആ സംശയം ന്യായമാണ്. സുരേഷ് കഴിച്ചതിനപ്പുറം ചിലപ്പോൾ മോഹൻലാൽ കഴിച്ചിട്ടുണ്ടാകാം എന്നതിനാലാണ് അതിഥിയായി ആ പേര് ഞാൻ ഉപയോഗിക്കാത്തത്. മോഹൻലാലിൻ്റെ അച്ഛൻ വിശ്വനാഥൻ നായർ ലോ സെക്രട്ടറി ആയിരുന്നുവെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാന്തമ്മയ്ക്കും 2 ആൺമക്കളും പഠിച്ച് നല്ല സർക്കാർ ജോലി സമ്പാദിക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ ഇളയ പയ്യൻ തലതിരിഞ്ഞു പോയി. സംസർഗം അങ്ങനെയുള്ളവരുമായിട്ടായിരുന്നു. സുരേഷ് കുമാർ, പ്രിയദർശൻ, കൃഷ്ണകുമാർ എന്ന ഉണ്ണി, എന്ന കിരീട ഉണ്ണി, പിന്നെ അപ്പി രാധാകൃഷ്ണൻ, അങ്ങനെ എങ്ങനെ നമുക്കൊരു സിനിമ എടുക്കാം എന്ന കൂലങ്കഷമായ ചിന്തകൾ കൊണ്ട് നടന്നവരുമായിട്ടായിരുന്നല്ലോ മോഹൻലാലിൻ്റെ ചങ്ങാത്തം. സ്പെൻസറിലെ ഇന്ത്യൻ കോഫി ഹൗസിലും ഈ പറഞ്ഞ സുരേഷ് കുമാറിൻ്റെ വീട്ടിലും ഒക്കെയായി ചർച്ചയും ചിന്തയും ആഹാരം കഴിക്കലും ഉറങ്ങലും ഒക്കെ ആയിട്ട് കുറേ കാലം കഴിഞ്ഞവരാണ് ഈ ടീം. സമയാസമയം നല്ല രുചികരമായ ഭക്ഷണം കിട്ടുകയും അവിടെ കിടന്നുറങ്ങാൻ കഴിയുകയുമായാൽ കുട്ടികൾക്ക് ചിന്ത കൂടുമല്ലോ. ഉപ്പളം റോഡിൽ അപ്പുറവും ഇപ്പുറവുമായി ജനിച്ചു വളർന്നവരാണ് സുരേഷും മലയാള സിനിമാക്കാർ സ്നേഹപുരസ്സരം അപ്പി എന്ന് വിളിക്കുന്ന രാധാകൃഷ്ണനും. നിറം പോലെ, കണ്ണകി പോലുള്ള നല്ല സിനിമകൾ നിർമ്മിച്ച അപ്പി രാധാകൃഷ്ണനെ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് മൊത്തം അറിയാം. 3-4 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ ചങ്ങാത്തം. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങി കഴിച്ചതിനേക്കാൾ ആഹാരം സുരേഷിൻ്റെ അമ്മയാണ് ദിനേശേ എനിക്ക് തന്നിട്ടുള്ളത് എന്നാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് അപ്പി രാധാകൃഷ്ണനെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്, എൻ്റെ അമ്മയേക്കാൾ കൂടുതൽ എനിക്ക് ആഹാരം തന്നത് സുരേഷിൻ്റെ അമ്മയാണ് എന്നാണ് പറഞ്ഞത്. സുരേഷിനെ കാണും പോലെ തന്നെ ആ അമ്മ എന്നെയും കണ്ടു. എനിക്കായൊരു പ്ലേറ്റ് എപ്പോഴും ആ വീട്ടിലുണ്ടായിരുന്നു. സുരേഷ് കുമാർ നിർമ്മിച്ച കൂലിയിൽ ഷൂട്ട് സെറ്റിൽ വായി നോക്കി നിൽക്കാൻ പോയ ആളായിരുന്നു അപ്പി രാധാകൃഷ്ണൻ. പൂച്ചക്കൊരു മുക്കുത്തി തുടങ്ങാൻ നേരം നീ ഇതിൻ്റെ പ്രൊഡക്ഷൻ നോക്കി നടത്തണമെന്ന് സുരേഷ് കുമാർ ആജ്ഞാപിച്ചു എന്നാണ് അപ്പി രാധാകൃഷ്ണനോട് പറഞ്ഞത്. പ്രൊഡക്ഷൻ എന്താണെന്ന് പോലും ആ സമയത്ത് അപ്പിക്ക് അറിയില്ല. ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ചെയ്യിച്ചു. സിനിമ എടുക്കും മുമ്പ് വർഷങ്ങളോളം രാത്രി മതിൽ ചാടി സിനിമയ്ക്ക് പോകും. സൈഡ് റൂമിൽ സിനിമയുടെ ചർച്ചയോട് ചർച്ചയും. ആര് വന്നു ആര് പോയി ആർക്കും അറിയില്ല. വരുന്നവർക്കെല്ലാം ആ അമ്മ വച്ചു വിളമ്പി. വന്നു പോകും എന്നല്ലാതെ മോഹൻലാലും പ്രിയനുമൊക്കെ ഇരിക്കും പോലെ അപ്പി ആ സമയത്ത് ഇവരുടെ കൂടെ ചർച്ചയ്ക്ക് ഇരുന്നിട്ടില്ല. കാലം എത്രയോ കഴിഞ്ഞു ദിനേശേ. ഇന്നും കയറി ചെന്നാൽ ആ അമ്മയുടെ സ്നേഹം 50 വർഷം മുൻപുള്ളത് തന്നെ. എനിക്കിന്നും സുരേഷിൻ്റെ പിറകെ നടക്കുന്നവൻ എന്ന് പറയുന്നത് കേൾക്കാനാണ് ഇഷ്ടം. അപ്പി രാധാകൃഷ്ണൻ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞതാണ്. അവ എർത്തല്ലേ സുരേഷിൻ്റെ എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കളങ്കമില്ലാത്ത ഒരുത്തൻ്റെ പിറകെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ
എനിക്ക് അഭിമാനമാണ് എന്നാണ് അപ്പി രാധാകൃഷ്ണൻ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന നിർമ്മാതാവും പ്രൊഡക്ഷൻ കൺട്രോളറും ഒക്കെ ആയ രാധാകൃഷ്ണൻ എന്നോട് പറഞ്ഞത്. സൗദി വെള്ളയ്ക്ക് അടക്കം നിർമ്മിച്ച സന്ദീപ് സേനൻ സുരേഷ് കുമാറിൻ്റെ അനന്തരവനാണെന്ന് സിനിമാക്കാർക്കറിയാം. സന്ദീപിൻ്റെ അമ്മ ഉഷ ചേച്ചിയെ വിവാഹം കഴിച്ചത് പങ്കജ് സേനൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ചന്ദ്രസേനൻ നായരാണ്. 2000 വരെ മമ്മൂക്കയുടെ തിരുവനന്തപുരത്തെ വാസസ്ഥലം ഇദ്ദേഹത്തിൻ്റെ പങ്കജ് ഹോട്ടലിലായിരുന്നു. സ്നേഹപൂർവ്വം ഞാൻ സേനൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന പങ്കജ് സേനനും സുരേഷ് കുമാറിൻ്റെ വീടിൻ്റെ അടുത്താണ് ജനിച്ചു വളർന്നത്. സേനൻ ചേട്ടൻ പറയുന്നത് സുരേഷിൻ്റെ വീട്ടിൽ തന്നെ സദാസമയം പ്രിയദർശനുണ്ടാവും. പ്രിയൻ്റെ അച്ഛനും അമ്മയ്ക്കും സിനിമ കളിച്ച് നടക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. വീട്ടിലും പങ്കജ് ഹോട്ടലിൽ സേനൻ ചേട്ടൻ്റെ മുറിയിലുമൊക്കെ ആയിരുന്നു ഒരു കാലത്ത് പ്രിയദർശൻ പകൽ മുഴുവൻ. പ്രിയൻ്റെ ശീലം വീട്ടിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു. അതാണ് കാരണം അദ്ദേഹം പകല് ഒന്നിൽ സുരേഷ് കുമാറിൻ്റെ വീട്ടിൽ കാണും, ഇല്ലെങ്കിൽ പങ്കജ് ഹോട്ടലിലെ റൂമിൽ കാണും. അതായിരുന്നു ശീലം. വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് ഞങ്ങൾക്ക് പ്രിയൻ എന്നാണ് സേനൻ ചേട്ടൻ പറഞ്ഞത്. പൂച്ചക്കുരു മൂക്കുത്തിയുടെ പ്രധാന ലൊക്കേഷനുകളിലൊന്നും സുരേഷിൻ്റെ വീടായിരുന്നു. ഷൂട്ടിങ്ങും ഉറക്കവും ഭക്ഷണവും എല്ലാം അവിടെ തന്നെ. പ്രൊഡക്ഷൻ ഫുഡ് വരും, എന്നാൽ ആ അമ്മയുടെ പാചകങ്ങൾ നടത്തും. അതൊക്കെ ഈ പറയുന്ന ഷൂട്ടിങ്ങുകാർക്ക് വിളമ്പി കൊടുക്കുമായിരുന്നു. പലപ്പോഴും രാത്രി പങ്കജിൽ നിന്നും സേനൻ ചേട്ടൻ ഉറങ്ങാനായിട്ട് വീട്ടിൽ വരുമ്പോൾ മുറികളൊക്കെ ഈ പറഞ്ഞ ഷൂട്ടിംഗ് ക്രൂ കയ്യേറിയിരിക്കും. എല്ലാവരും കിടന്നുറങ്ങിയിരിക്കും. ഒന്നും പറയാൻ നിൽക്കാതെ തിരിച്ചു പോയി പങ്കജിൽ ചെന്ന് കിടന്നുറങ്ങുമായിരുന്നു ഞാൻ എന്നാണ് സേനൻ ചേട്ടൻ എന്നോട് പറഞ്ഞത്. പിന്നീട് സേനൻ ചേട്ടൻ പറയുന്നത് ഈ ടീമിൽ കിരീട ഉണ്ണിയായി മാറിയ ഉണ്ണിയെപ്പറ്റിയാണ്. സേനൻ ചേട്ടൻ്റെയും ഉഷ ചേച്ചിയുടെയും വിവാഹം ക്ഷണിക്കാൻ സുരേഷിനോടൊപ്പം ഉണ്ണിയുടെ കാറിലായിരുന്നു യാത്ര. സ്വന്തം സഹോദരിയുടെ വിവാഹം നടത്തിപ്പുകാരനെ പോലെ മുന്നിൽ നിന്ന ആളായിരുന്നു കിരീട ഉണ്ണി എന്നാണ് അന്ന് വെറും ഉണ്ണി അല്ലെങ്കിൽ കൃഷ്ണകുമാർ. സേനൻ ചേട്ടൻ അത് ഓർക്കുന്നത് അങ്ങനെയാണ്. പ്രിയദർശൻ്റെ മുഖ്യ സഹായി അച്ഛനെയാണ് എനിക്കിഷ്ടം, ഭാരതീയം തുടങ്ങിയ കുറേ സിനിമകൾ സംവിധാനം ചെയ്ത തിരുവനന്തപുരത്ത് തന്നെ ഒരു സുരേഷ് കൃഷ്ണനുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ സുരേഷ് ഏട്ടൻ്റെ എപ്പോഴും ഒരു എർത്തായിട്ട് നടക്കുന്ന സുരേഷ്. അപ്പോൾ എനിക്ക് സുരേഷ് ഏട്ടൻ്റെ അമ്മയുടെ നവതി ആഘോഷത്തെപ്പറ്റി ആദ്യം എന്നെ വിളിച്ച് പറഞ്ഞത് ഈ സുരേഷ് കൃഷ്ണനാണ്. ഈ പറഞ്ഞ പോലെയാണ് സുരേഷ് ഏട്ടനായാലും ആരായാലും സേനൻ ചേട്ടനായാലും പ്രിയദർശൻ എനിക്കറിയില്ല, ബാക്കി എല്ലാവരും അണ്ണ എന്നാണ് വിളിക്കുന്നത്. മോഹൻലാലിനെയൊക്കെ അണ്ണ എന്നാണ് വിളിക്കുന്നത്. എന്നെയും വിളിക്കുന്ന അണ്ണ ഒരു വിശേഷം പറയട്ടാ. ഞാൻ പറ അണ്ണ ഫ്രീ ആണ്. ഞാൻ പറഞ്ഞു ഞാൻ ഫുൾ ഫ്രീ ആണ്, പറഞ്ഞോ അണ്ണന് പറ്റിയ ഒരു സ്റ്റോറി ചെയ്യാൻ പറ്റിയൊരു സംഭവമുണ്ട്. ഞങ്ങൾക്ക് എന്താ, നമ്മുടെ സുരേഷൻ്റെ അമ്മയുടെ നവതിയാണ്. ഞാൻ പറഞ്ഞു അതിന് ആ അമ്മയുടെ കുറേ കഥയുണ്ടണ്ണ. ഞങ്ങളെപ്പോലെ എത്ര പേര്, നിങ്ങളെപ്പോലുള്ള ചുരുക്കം പേരേ ഉള്ളൂ തിരുവനന്തപുരത്തുള്ള സിനിമാക്കാരിൽ അവിടെ വന്ന് ആഹാരം കഴിക്കാത്ത. ആ അമ്മയുടെ കഥ ഒരു സ്റ്റോറി ആക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ പിന്നാലെ പോവുകയും അപ്പി രാധാകൃഷ്ണനെയും സുരേഷ് കുമാറിനെയും പങ്കജ് സേനനെയും ഒക്കെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് എനിക്ക് വിചിത്രമായ സ്വഭാവമുള്ള അമ്മയെപ്പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന് അവസരമൊരുക്കി തന്നത് ഈ സുരേഷ് കൃഷ്ണനാണ്. അണ്ണൻ ഇതുപോലെ ഒരമ്മയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലാണ്. ഒരു മടുപ്പും പരിഭവവും ഇല്ലാതെ വരുന്നവർക്കൊക്കെ വച്ചു വിളമ്പാൻ ഈ അമ്മ കാണിച്ച സന്മനസ് അനുഭവിച്ചവർക്കേ മനസ്സിലാവുകയാണ്. അണ്ണ ഒരു സ്റ്റോറി ചെയ്. നവോദയയ്ക്ക് അയക്കാനായി നമ്പ്യാതിരിയെ കൊണ്ടെടുത്ത മോഹൻലാലിൻ്റെ ഫോട്ടോ എന്തുകൊണ്ടോ ലാലിനും സുരേഷ് കുമാറിനും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ആ ഫോട്ടോകൾ സുരേഷിൻ്റെ മുറിയിൽ കിടന്നു. ഇത് ഒരു ദിവസം മുറിയിലേക്ക് കയറി വന്ന അമ്മ കണ്ടു. ലാലുവിൻ്റെ പടം എന്താണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു സുരേഷിനോട് അമ്മ. അത് കൊള്ളൂല, അയക്കുന്നില്ല എന്നായി സുരേഷ് കുമാർ. ഈ ഫോട്ടോകൾക്ക് ഒരു കുഴപ്പമില്ല, നീ കൊണ്ടുപോയി അയക്കാനുള്ള കാശ് ഞാൻ തരാം. സുരേഷ് ആ ഫോട്ടോകൾ കവറിലിട്ട് ഒട്ടിച്ച് അഡ്രസ്സൊക്കെ എഴുതി നവോദയയ്ക്ക് അയച്ചു. പിന്നെ ഉള്ളത് ചരിത്രമാണെന്ന് ഞാൻ പറയണ്ടല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ അമ്മ പോസ്റ്റ് ചെയ്യാനുള്ള പൈസ, കാരണം അന്നൊന്നും പോസ്റ്റ് ചെയ്യാനുള്ള കയ്യിൽ 10 പൈസ ഇല്ലാതില്ലേ സുരേഷ് കുമാറൊക്കെ നടക്കണേ. ആ പോസ്റ്റ് ചെയ്യാനുള്ള പൈസ ഞാൻ തരാമെന്ന് ആ അമ്മ പറഞ്ഞ ആ മുഹൂർത്തം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മലയാള സിനിമയ്ക്ക് എന്നും ഓർക്കാവുന്ന അഭിമാനമായ ഒരു നടനെ സംഭാവന ചെയ്തതിൽ മോശമല്ലാത്ത പങ്ക് നമ്പ്യാതിരിക്കുള്ളതുപോലെ തന്നെ അമ്മയ്ക്കും ഉണ്ടെന്ന് ഞാൻ പറയും. അടുത്തിടെ സുരേഷിൻ്റെ അമ്മയെ കാണാൻ ചെന്നു. വർത്തമാനത്തിനിടയിൽ സുരേഷ് കൃഷ്ണയുടെ ചേച്ചി അമേരിക്കയിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞു. ചേച്ചിയോടൊപ്പമാണ് ഇപ്പോൾ സുരേഷ് കൃഷ്ണൻ്റെ വാസം.
അപ്പം നിൻ്റെ കാര്യം എങ്ങനെ എന്നായി അമ്മ. അതങ്ങനെ അങ്ങ് പോവും എന്ന് സുരേഷ് കൃഷ്ണൻ മറുപടി പറഞ്ഞു. അങ്ങനെയൊന്നും പോണ്ട, നീ ഇങ്ങ് വരണം, ഇവിടെയാണ് അവൾ വരുന്നതുവരെ നിൻ്റെ ഭക്ഷണം. സ്വന്തക്കാർ പോലും ഇക്കാലത്ത് ഇങ്ങനെ പറയുമോ എന്നാണ് എന്നോട് സുരേഷ് കൃഷ്ണൻ ചോദിച്ചത്. അണ്ണാ, ഈ അമ്മ തിരുവനന്തപുരത്തെ സിനിമാക്കാരുടെ പുണ്യമല്ലേ അണ്ണാ എന്നാണ് സുരേഷ് കൃഷ്ണൻ എന്നോട് ചോദിച്ചത്. ഒരു കാലഘട്ടത്തിലെ സിനിമാക്കാരുടെ അമ്മയാണെണ്ണ. ചെന്നിരുന്നാൽ മതി, വിളമ്പിക്കൊണ്ടിരിക്കും. എൻ്റെ അമ്മ പോയത് ഞാൻ ഓർക്കാത്തത് ഈ അമ്മ എനിക്ക് ഉള്ളതുകൊണ്ടാണ് അണ്ണ എന്നാണ് സുരേഷ് കൃഷ്ണൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരു സിനിമ റിലീസായാൽ കാണുന്നവരോട് അപ്പോൾ അമ്മ തിരക്കും, എങ്ങനെയുണ്ട് പടം, മോശം റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ പ്രാർത്ഥിക്കും ആ അമ്മ, ദോഷം വരല്ലേ ഭഗവാനെ എന്ന്. ആര് ചെയ്യുമണ്ണ എന്നാണ് എന്നോട് സുരേഷ് കൃഷ്ണൻ ചോദിച്ചത്. സുരേഷ് കൃഷ്ണൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആ പുണ്യം ചെയ്ത അമ്മയെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. അത് വേണമെങ്കിൽ അത് മാത്രം ഒരു എപ്പിസോഡ് ചെയ്യാവുന്ന അത്രയും കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. വീട്ടിൽ വാങ്ങി വെച്ചിരിക്കുന്ന പഞ്ചസാരയൊക്കെ അടിച്ചു മാറ്റി കിട്ടുന്ന വിലയ്ക്ക് വിറ്റ് കിട്ടുന്ന കാശുമായി സുരേഷ് കുമാർ സിനിമ കാണാൻ പോകുമ്പോൾ ഈ സുരേഷ് കൃഷ്ണ പിന്നാലെ കൂടും. അണ്ണാ, എനിക്കും കൂടി ഒരു ടിക്കറ്റ് എന്ന് കെഞ്ചി പറയും. 50 പൈസ സുരേഷ് കൃഷ്ണയ്ക്കും കൊടുക്കും. പോയി കാണും എന്ന് പറഞ്ഞ് പടം കാണാനായിട്ട് 50 പൈസ കൊടുക്കും. അപ്പോൾ വീട്ടിൽ ചായ ഇടാൻ വാങ്ങി വെച്ചിരിക്കുന്നത് ഇങ്ങനെ വന്നു പോവുകയാണല്ലോ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് കിലോ കണക്ക് പഞ്ചസാര വാങ്ങി വയ്ക്കുന്ന പഞ്ചസാര ഇസ്കി കൊണ്ടി പാകുതി വിലയ്ക്കോ കിട്ടുന്ന വിലയ്ക്കൊക്കെ വിറ്റിട്ടാണ് സുരേഷ് കുട്ടിക്കാലത്ത് വീട്ടിലറിയാതെ സിനിമ കണ്ടിരുന്നത്. അപ്പോൾ എത്ര സിനിമ കമ്പം ആ മനുഷ്യനുണ്ടായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. ഈ ചിത്രത്തിലൊന്നും ഇല്ലാത്ത ഒരാളെപ്പറ്റി കൂടി സുരേഷ് കൃഷ്ണ എന്നോട് പറഞ്ഞു. സുരേഷ് കുമാറിൻ്റെ ജ്യേഷ്ഠൻ ജി മോഹൻകുമാറിനെ പറ്റി. മോഹൻകുമാർ എന്നല്ല, ഗാന്ധികുമാർ എന്നാണ് ഇദ്ദേഹത്തിന് പേരിടേണ്ടത് എന്നാണ് സുരേഷ് കൃഷ്ണൻ്റെ കാഴ്ചപ്പാട്. സെയിൽ ടാക്സ് കമ്മീഷണറായിട്ടും 6 തുറമുഖങ്ങളുടെ ചെയർമാൻ തുടങ്ങി പ്രതിരോധ സെക്രട്ടറി വരെയായി എന്താ പറയുക ഈ മോഹൻകുമാർ. കാലാവധി കഴിഞ്ഞിട്ടും തുടരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടും മതിയാക്കി പോകുന്നത് തിരുവനന്തപുരത്ത് സ്വസ്ഥമായി കഴിയുന്ന ആളാണ് ഈ പറയുന്ന ജി മോഹൻകുമാർ. ഒരു നാൾ സുരേഷ് കൃഷ്ണയെ കണ്ടപ്പോൾ കൊച്ചി പോർട്ട്, മംഗലാപുരം പോർട്ട്, തൂത്തുക്കുടി പോർട്ട്, ഈ 3 പോർട്ടുകളെയും ചേർത്ത് 40 മിനിറ്റുള്ള ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഈ പറഞ്ഞ മോഹൻകുമാർ പറഞ്ഞു. വിദേശത്തേക്ക് അയക്കാൻ വേണ്ട ക്ലാരിറ്റിയിൽ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോഴും സുരേഷ് കൃഷ്ണ തലയാട്ടി സമ്മതിച്ചു. ഒരു കോള് വരികയാണെന്ന് വിചാരിച്ചു. എത്ര രൂപ ചിലവാകുമെന്ന് സുരേഷ് കൃഷ്ണയോട് തിരക്കി. 1998 അപ്പോൾ 27 വർഷം മുമ്പ് 4 ലക്ഷം രൂപയ്ക്ക് ഭംഗിയായി ചെയ്യാമെന്നായി സുരേഷ് കൃഷ്ണൻ. സ്ക്രിപ്റ്റ് പോർട്ട് തന്നെ കൊടുക്കും, ഷൂട്ട് ചെയ്താൽ മാത്രം മതി. 4 ലക്ഷം കിട്ടിയാൽ 3 ലക്ഷം പോക്കറ്റിലിടാമെന്ന് സുരേഷ് കൃഷ്ണൻ സ്വപ്നം കണ്ട് നടന്നു. 4-5 മാസം കഴിഞ്ഞ് വീണ്ടും ഇരുവരും മുഖാമുഖം കണ്ടു. എന്തായി എണ്ണ ഡോക്യുമെൻ്ററി എന്ന് മോഹൻകുമാറിനോട് സുരേഷ് കൃഷ്ണൻ ചോദിച്ചു. അത് നിനക്ക് തരില്ലല്ലോ എന്നായി മറുപടി. അതെന്താ, നീ സുരേഷിൻ്റെ ആളല്ലേ, സുരേഷിനോ അവൻ്റെ പരിചയക്കാർക്കോ ഞാനിതൊന്നും കൊടുക്കില്ല. പിന്നെന്ത് ചെയ്തു? അത് ഒരു പരസ്യം കൊടുത്തു, കൊട്ടേഷൻ വാങ്ങി 15 ലക്ഷത്തിന് മറ്റാർക്കോ കൊടുത്തു. ഞാനിതൊന്നും അന്വേഷിക്കില്ല, ഞാൻ നിനക്കൊക്കെ വേണ്ടി പറയില്ല എന്നാണ് മോഹൻകുമാർ സുരേഷ് കൃഷ്ണനോട് പറഞ്ഞത്. സുരേഷ് കൃഷ്ണനോട് സുരേഷ് കുമാറിനെ പറ്റി സംസാരിച്ചാൽ ശിവരാത്രിക്ക് ഉറക്കം ഇളയ്ക്കാൻ കൊള്ളാം എന്ന് ഞാൻ പറയും. അത്രയും അനുഭവങ്ങൾ അറിയാവുന്ന ആളാണ് സുരേഷ് കൃഷ്ണൻ. ഇങ്ങനെയൊക്കെ ഒരു ചേട്ടനെ കിട്ടുക എന്നൊക്കെ പറഞ്ഞില്ലേ, സുരേഷാണെന്ന് പറഞ്ഞ് ഈ സുരേഷ് കൃഷ്ണൻ പറയുന്ന കഥകൾ കേട്ടാലുണ്ടോ, ഒരു ശിവരാത്രിക്കൊക്കെ നേരം വെളുക്കുന്നവരെ ഉറക്കം ഒഴിയാം നമുക്ക്. അത്രയ്ക്ക് കഥയുണ്ട് സുരേഷ് കൃഷ്ണൻ്റെ. സിനിമയിൽ വന്ന മാറ്റത്തെക്കുറിച്ചും സുരേഷ് കൃഷ്ണൻ ഒരു കഥ പറഞ്ഞു. സുരേഷ് കുമാർ നിർമ്മിച്ച് സുരേഷ് കൃഷ്ണൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം. ബിജു മേനോനും കലാഭവൻ മണിയും ലക്ഷ്മി ഗോപാലസ്വാമിയും ഒക്കെയുള്ള സിനിമ, മോഹൻലാൽ അതിഥി വേഷം ചെയ്ത സിനിമ. അതിനായി MG രാധാകൃഷ്ണൻ സംഗീതം നൽകിയ പാട്ടുകൾക്ക് സംസ്ഥാന അവാർഡൊക്കെ കിട്ടുകയുണ്ടായി. ഈ സിനിമയ്ക്കായി മദ്രാസിൽ പോകണം. അപ്പോൾ ഒരു ദിവസം സുരേഷ് കൃഷ്ണൻ വന്ന് സുരേഷിനോട് പറഞ്ഞു, അണ്ണാ എനിക്ക് മദ്രാസിൽ പോകാൻ ഒരു AC ടിക്കറ്റ് പറ. സംവിധായകേ, ഡേയ് ഞാനൊക്കെ ആദ്യ സിനിമയ്ക്ക് മദ്രാസിൽ പോകാനേ സ്വന്തം കാശിൽ ടിക്കറ്റ് എടുത്ത് കേരളമതി വിരിച്ചാണ് കിടന്നു പോയത്. ലാലിനെ കാണുമ്പോൾ നീ ചോദിച്ചു നോക്ക് എന്ന് സുരേഷ് പറഞ്ഞു. അത് ഞാൻ പോകണമെങ്കിൽ ഒരു AC ടിക്കറ്റ് വേണം. ഒന്നും പറയാതെ
AC ടിക്കറ്റിന് സുരേഷ് കുമാർ വിളിച്ചു പറഞ്ഞു. സുരേഷ് കൃഷ്ണൻ മദ്രാസിലേക്ക് പോയി. ഈ സ്വാതന്ത്ര്യം ആര് തരുമെന്നാണ് സുരേഷ് കൃഷ്ണ എന്നോട് ചോദിച്ചത്. അമ്മയുടെ നവതിക്കാര്യം മകൻ എന്തു പറയുന്നു എന്നറിയാൻ സുരേഷ് കുമാറിനെ ഞാൻ വിളിച്ചു. അദ്ദേഹം കൊച്ചിയിൽ പ്രൊഫഷണൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഗസ്റ്റ് ഹൗസിലാണ് ഞാൻ വിളിക്കുമ്പോൾ താമസിക്കുന്നത്. ഞാൻ വിളിച്ചു. ഒന്നും വിശദീകരിക്കാതെ ഞാൻ ചോദിച്ചു, ചേട്ടാ, ഒരു സിനിമാക്കാരനാകാൻ താങ്കൾക്ക് അമ്മ നൽകിയ സംഭാവന എന്താ എന്ന് ചോദിച്ചു. ഒട്ടും പ്രതീക്ഷിച്ചില്ല പുള്ളി. ഒരു എന്താ പറയുക, സിനിമാക്കാരനാകാനായിട്ട് താങ്കൾക്ക് അമ്മ നൽകിയ സംഭാവന എന്താ എന്നായിരുന്നു എൻ്റെ ആദ്യ ചോദ്യം. ഒട്ടും പ്രതീക്ഷിക്കാത്ത ചോദ്യമായതിനാലാകണം അദ്ദേഹം സകലതും ഓർത്തതുപോലെ ഒരു ചിരി ചിരിച്ചു ഫോണിലൂടെ. ഞാനൊരു സിനിമാക്കാരനായത് അച്ഛനും അമ്മയും തന്ന സംഭാവനയാണ് ദിനേശ്. അങ്ങനെയല്ല, മക്കൾ സിനിമാക്കാരാകട്ടെ എന്ന് ഒരച്ഛനും അമ്മയും ആഗ്രഹിക്കില്ലല്ലോ. എൻ്റെ അച്ഛനും അമ്മയും വ്യത്യസ്തരായിരുന്നു ദിനേശ്. ഒരമ്മയും അച്ഛനും സമ്മതിക്കാത്ത കാലഘട്ടത്തിലാണ് ഞാൻ സിനിമയിലേക്ക് ഇറങ്ങിയത്. 1978 ഞാൻ സിനിമയിലേക്ക് വന്നത്. അതായത് 47 വർഷം മുൻപ്. ഒരു ക്യാമറ ഉണ്ടായിരുന്നു എനിക്ക്. ഒരു റോൾ ഫിലിം വാങ്ങണമെങ്കിൽ 30 രൂപ വേണം. അതൊക്കെ അമ്മ തരുമായിരുന്നു. തരാനുള്ള മനസ്സ് അമ്മയും അച്ഛനും കാണിച്ചതാണ് എന്നെ വ്യത്യസ്തനാക്കിയത്. 5 രൂപ എന്നത് നമുക്ക് ചിന്തിക്കാനാവാത്ത കാലം. അങ്ങേറ്റം പേരിൽ 1 രൂപയോ 2 രൂപയോ കിട്ടിയാൽ ഭാഗ്യം. അക്കാലത്താണ് ഫോട്ടോ എടുത്ത് പഠിക്കാൻ 30 രൂപ തരുന്നത്. 78 മുൻപുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് സുരേഷ് ഏട്ടൻ സംസാരിച്ചത്. ഒരുപാട് ക്യാമറകൾ പിന്നീട് ഞാൻ വാങ്ങി സൂക്ഷിച്ചു. വളരെ പഴക്കം ചെന്ന ക്യാമറകൾ. താമസം പലപ്പോഴായി മാറി മാറി എല്ലാം ഈ ക്യാമറകളെല്ലാം എവിടെയോ പോയി. അതിൻ്റെ മൂല്യം വലുതായിരുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ നിരാശയുണ്ടായിരുന്നു. ആദ്യം പഠിത്തം പൂർത്തിയാക്കണം, പിന്നെ ഒരിഷ്ടമുള്ള ജോലി കണ്ടെത്തണം, അത് കഴിഞ്ഞു മതി സിനിമാക്കാരനാകുന്നത് എന്നായിരുന്നു വീട്ടുകാരുടെ നിർദ്ദേശം. എന്നാൽ മോഹൻലാലിനെ എവിടെയെങ്കിലും ഒരു ജോലിയിൽ കയറ്റണം എന്നതായിരുന്നു അച്ഛനമ്മമാരുടെ ആഗ്രഹം. എനിക്ക് സിനിമാക്കാരനാകാൻ വീട്ടിൽ സപ്പോർട്ട് കിട്ടിയതിനാൽ ലാലും പ്രിയനും അടക്കം എൻ്റെ സുഹൃത്തുക്കളൊക്കെ എൻ്റെ വീട്ടിലായിരുന്നു ചേക്കേറിയിരുന്നത്. 5ഉം 6ഉം പേരുമായി ഊണ് കഴിക്കാൻ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നീ ഒന്ന് നേരത്തെ പറയാത്തതെന്താ എന്ന ഒറ്റ ചോദ്യം മാത്രമേ അമ്മ ചോദിക്കുമായിരുന്നുള്ളൂ. അത്രയും പേർക്ക് വച്ചു വിളമ്പാനായിരുന്നു അമ്മയ്ക്കിഷ്ടം. എത്ര വിളമ്പിയാലും മതി വരാത്ത സൽക്കാരപ്രിയയായിരുന്നു എൻ്റെ അമ്മ. എല്ലാ ഡിസ്കഷനും അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലായിരുന്നു. ഇതുപോലെ ആയിരുന്നു MG രാധാകൃഷ്ണൻ ചേട്ടൻ്റെ അമ്മയും. കുറേ ചോറും കറികളും ഉണ്ടാക്കി വച്ചിരിക്കും, എടുത്ത് കഴിച്ചോളണം പറഞ്ഞവർ. ഇന്ന് മേടയിൽ റെസ്റ്റോറൻറ്റിലാകാം ഊണെന്ന് അക്കാലത്ത് സുരേഷ് സംഘവും പറയുമായിരുന്നു. വിശക്കുമ്പോൾ നമുക്ക് എവിടെ പോയി കഴിക്കാമെന്ന് നിങ്ങൾക്ക് പറയാം, നമുക്ക് മേടയിൽ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാമെന്ന്. കാരണം മേടയിൽ വീടെന്നുള്ള പ്രശസ്തമായ വീടാണല്ലോ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ വീട്. അവിടെ അമ്മ ഒരു വലിയ ചരുവം നിറച്ച് ചോറും ഉണ്ടാക്കി വെച്ച് ഒരു 4-5 ഇനം കറിയും ഉണ്ടാക്കി വയ്ക്കും. ആര് വരുന്നു, ആര് പോകുന്നു, ആര് കഴിച്ചു, ആര് കഴിച്ചില്ല, അതൊന്നും അമ്മ ചോദിക്കില്ല. നീ ആരാ എന്നൊന്നും ചോദിക്കില്ല. സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ കയറിപ്പോയി പ്ലേറ്റ് എടുത്ത് വെച്ച് വിളമ്പി കഴിക്കാം. വറുത്തരച്ച തീയൽ വയ്ക്കുന്ന ദിവസം പപ്പച്ചേച്ചി എന്ന് പറയുന്നത് MG രാധാകൃഷ്ണൻ്റെ ഭാര്യയാണ്. പാവം, എന്തൊരു സ്വഭാവ മഹിമയുള്ള ചേച്ചിയായിരുന്നു അറിയോ. പപ്പച്ചേച്ചി സുരേഷിനെ വിളിക്കും. തീയൽ എന്താ പറയുക, പ്രിയനായതിനാൽ ഇന്നിവിടെ ഉണ്ണ, നീ വാ എന്ന് പപ്പച്ചേച്ചി പറയും. അവനെ വിളി എന്ന് രാധാകൃഷ്ണൻ ചേട്ടനും പറയും. സിനിമാക്കാരനായപ്പോൾ മേടയിൽ വീട് ഒരു സംഘം സിനിമാക്കാരുടെ താവളമാക്കി. മേനകയുമായി സ്നേഹത്തിലായപ്പോൾ ഇരുവരും കാണുന്നത് മേടയിലായി. ഏതെങ്കിലും വർക്കിന് തലസ്ഥാനത്ത് വന്നതാകും മേനക. എങ്ങനെയും സമയമുണ്ടാക്കി മേനക മേടയിൽ വീട്ടിലെത്തും. സുരേഷും അവിടെ എത്തും. രണ്ടുപേരും ആഹാരം കഴിച്ച് സംസാരിച്ച് 2 വഴിക്ക് പിരിയും. ഇന്ന് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല ദിനേശേ. ആ ഹാർമണിയൊന്നും ഇപ്പോൾ ഇല്ല എന്നാണ് സുരേഷ് കുമാർ പറയുന്നത്. തിരനോട്ടം ചിത്രീകരിച്ചു. നല്ല രസമുള്ള കഥയാണ്. സുരേഷ് കുമാർ തിരനോട്ടത്തിൻ്റെ സഹസംവിധായകനാണ്. മദ്രാസിൽ ഡബ്ബിങ്ങിന് പോകണം. അശോക് കുമാറും സുരേഷ് കുമാറും ആണ് പോകാൻ നിശ്ചയിച്ചത്. പ്രിയൻ അതിൽ വെട്ടിക്കയറി. സുരേഷ് ഔട്ടായി. വിവരം അറിഞ്ഞ് മോഹൻലാൽ സ്കൂട്ടറുമായിട്ട് വന്നു. സുരേഷിനെയും കയറ്റി കോൺവെൻറ്റ് റോഡിലുള്ള ഗോവിന്ദൻസ് എന്ന് പറഞ്ഞ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കിടക്കുകയാണ് അതിൻ്റെ നിർമ്മാതാവായ പാച്ചല്ലൂർ ശശി. നേരെ
സ്കൂട്ടറിൽ കയറി രണ്ടുപേരും കൂടി ആശുപത്രിയിൽ ചെന്നു, കാര്യം പറഞ്ഞു. അപ്പോൾ ശശി പറഞ്ഞു, തിരുവങ്കടം ചെട്ടിയാർ അദ്ദേഹമാണ് വിതരണം പൈസ ഫൈനാൻസ് ചെയ്യുന്ന നാന സ്ഥാപക ഉടമയായ കൃഷ്ണസ്വാമി റെഡ്ഡിയാരുടെ സഹോദരനാണ് തിരുവങ്കടം ചെട്ടിയാർ. അദ്ദേഹമാണ് ഈ പടം വിതരണത്തിൽ എടുത്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അശോക് കുമാറും ഒരു അസിസ്റ്റൻറ്റ്, അത് പ്രിയായി, ഡബ്ബിംഗ് ഉള്ളതുകൊണ്ട് മോഹൻലാലും ഇത്രയും പേര് മാത്രം മദ്രാസിൽ ചെന്നാൽ മതി എന്നാണ് തിരുവങ്കടം റെഡ്ഡിയാർ പറഞ്ഞിരിക്കുന്നത് എന്നായി ശശി. തിരനോട്ടത്തിൻ്റെ ലാസ്റ്റ് ഷെഡ്യൂളിൽ വന്നു കയറിയതാണ് പ്രിയൻ. അവസാനം വന്ന് കയറിയ അവൻ തന്നെ എന്നെ വെട്ടിക്കയറി എന്നത് സുരേഷ് കുമാറിന് വലിയ സങ്കടമായി. എന്നാലും എന്നെ ഒഴിവാക്കിയല്ലോ ചേട്ടാ എന്ന് പാച്ചല്ലൂർ ശശിയോട് പറഞ്ഞപ്പോൾ, നീ ഒരു കാര്യം ചെയ്യ്, ഒരു ടിക്കറ്റ് എടുത്ത് കയറി ചെല്ല് എന്നായി ശശി. വീട്ടിൽ ചെന്ന് അമ്മയോട് സങ്കടം പറഞ്ഞു. നിനക്കൊരു ടിക്കറ്റല്ലേ വേണ്ടത്, കാശ് ഞാൻ തരാം എന്നായി അമ്മ. ലാലുമായി അമ്മ നൽകിയ പണവും കൊണ്ട് സ്റ്റേഷനിൽ ചെന്ന് ഓപ്പൺ ടിക്കറ്റ് എടുത്ത് ലാലുമൊത്ത് പേപ്പർ വിരിച്ച് ട്രെയിനിലെ നിലത്ത് കിടന്നാണ് ആദ്യമായിട്ട് സുരേഷ് കുമാറും മോഹൻലാലും മദ്രാസിലെത്തിയത്. ഇങ്ങനെ ഒരച്ഛനും അമ്മയും ഉണ്ടായതാണ് എൻ്റെ ഭാഗ്യം ദിനേശ്. 1980 ഒരു സിനിമാ നിർമ്മാണത്തിനിറങ്ങി സുരേഷ്, അതും തമിഴിൽ. കരയി തൊടാത്ത അലൈകൾ എന്നായിരുന്നു പടത്തിൻ്റെ പേര്. 45 വർഷം മുമ്പ് 1.5 ലക്ഷം രൂപ കൊണ്ടു കളഞ്ഞു. ആ കാലത്ത് ഒരു 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു സിനിമ എടുക്കാം മലയാളം. ആ കാലത്ത് 1.5 ലക്ഷം രൂപ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ നിന്ന് മറിച്ച് തമിഴ് സിനിമ എടുക്കാൻ പോയിട്ട് കരയിൽ തൊടാത്ത അലൈകൾ പോലെ തന്നെ എങ്ങും തൊടാതെ പോയി ആ സിനിമ. അച്ഛൻ തന്ന കാശാണ്. എല്ലാം കളഞ്ഞ് കുത്തുവാളയെടുത്ത് തിരിച്ച് വീട്ടിലെത്തി. അച്ഛനെയും അമ്മയെയും കണ്ടപ്പോൾ സുരേഷ് കുമാർ വാവിട്ട് കരഞ്ഞുപോയി. എന്തിനാടാ മോങ്ങുന്നേ എന്നാണ് അച്ഛൻ ചോദിച്ചത്. വേറെ എല്ലാവരാണെങ്കിൽ അടിയോടെ തന്നെ അച്ഛൻ ചോദിച്ചത്, എന്തിനാടാ മോങ്ങുന്നേ എന്ന് ചോദിച്ചു. ആദ്യം പോയി ആ പരീക്ഷ എഴുതിയെടുക്കുക, അത് കഴിഞ്ഞ് സിനിമ പിടിക്കാം, പോയ കാശ് നമുക്ക് പിന്നെ തിരിച്ചു പിടിക്കാം, നീ സമാധാനപ്പെടുക എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഏതച്ഛൻ പറയും, നിങ്ങൾ ആലോചിച്ച് നോക്കി. വേറെ ഏതൊരച്ഛനും അമ്മയുമായിരുന്നെങ്കിൽ അടിച്ച് വെളിയിലാക്കി കൊണ്ടുപോയ കാശും കൊണ്ട് വീട്ടിനകത്ത് കയറിയാൽ മതിയെന്ന് ഉറപ്പായിട്ടും പറയും. ചേച്ചിയുടെ സ്വർണം വരെ വാങ്ങി പണയം വെച്ച് കളഞ്ഞു കരയിൽ തൊടാത്ത അലകൾക്ക് വേണ്ടി. ഞാൻ ഇത്രയും പറഞ്ഞപ്പോഴും ഒരു കാര്യം പറയാൻ പുറത്തു. ഇതിലെ പ്രധാന കഥാപാത്രമായ അമ്മയെക്കുറിച്ച് ഡീറ്റെയിൽ പറഞ്ഞില്ല. മലയാള സിനിമാക്കാരുടെ ഒരു കാലഘട്ടത്തിലെ സിനിമാക്കാരിയല്ലാത്ത ആ അമ്മ MS ശാരദ നായർ, പരിതനായ പ്രൊഫസർ ഡോക്ടർ M ഗോപിനാഥൻ നായരുടെ സഹധർമ്മിണി, G മോഹൻകുമാർ, G ഉഷാ നായർ അല്ലെങ്കിൽ ഉഷാ സേനൻ, G സുരേഷ് കുമാർ, 3 പേരാണ് മക്കൾ. ഡോക്ടർ ഗീതാ മോഹൻ, D ചന്ദ്രസേനൻ നായർ, മേനക സുരേഷ്, അങ്ങനെ 3 മരുമക്കൾ. ഉപ്പളം റോഡിലെ വൃന്ദാവൻ എന്ന് പറഞ്ഞ വീട്ടിൽ സന്തോഷത്തോടെ തൻ്റെ മുന്നിൽ വരുന്നവരെ എല്ലാം തൻ്റെ മക്കളെപ്പോലെ സ്നേഹിച്ച് ഊട്ടി ജീവിക്കുന്നു ഈ 90-ാം വയസ്സിൽ. ഒരിക്കലും ഒരു യൂട്യൂബിന് കഥയാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പലർക്കും അത് കിട്ടാനും വഴിയില്ല. ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടാനും യാദൃച്ഛികമാണ്. എന്തായാലും ഞാൻ സേനൻ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത K ജയകുമാർ IAS സംവിധാനം ചെയ്ത വർണ്ണച്ചിറകുകൾ എന്ന് പറഞ്ഞ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നല്ലോ. അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ഉഷ ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോൾ ഒരുപാട് പ്രാവശ്യം ഈ അമ്മയെ കണ്ടിട്ടുണ്ട്. പക്ഷേ അമ്മയുടെ കൈ കൊണ്ടൊന്നും വാങ്ങി കഴിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. അതിൻ്റെ നഷ്ടം നികത്താനായി ഇന്ന് അമ്മയുടെ നവതി ആഘോഷിക്കുന്ന ചടങ്ങിൽ ചെല്ലുകയും അവിടുന്ന് ഒരു പിടി ചോറ് വാങ്ങി ഞാൻ കഴിക്കും എന്ന് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട്, ഇതുപോലൊരമ്മ മലയാള സിനിമയിൽ അപൂർവമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മോഹൻലാലൊക്കെ ഒരുപാട് ദൂരെയാണ്, അറിഞ്ഞിരിക്കില്ല. പ്രിയദർശൻ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. ഇതിലെന്തെങ്കിലും 2 വരി പ്രിയദർശനെ കൊണ്ട് പറയിക്കാനായിട്ട് ഞാൻ ഇന്നലെ 2 പ്രാവശ്യം വിളിച്ചു. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഹിന്ദി പടത്തിൻ്റെ വർക്കിലോ എന്തോ ആണെന്ന് തോന്നുന്നു, എടുത്തില്ല. ഇനി എടുത്തിട്ട് കാര്യമില്ല, കാരണം ഞാൻ പ്രോഗ്രാം ഷൂട്ട് ചെയ്ത് പോയല്ലോ. എന്തായാലും ഇന്ന് നവതി ആഘോഷിക്കുന്ന മലയാളത്തിലെ അല്ലെങ്കിൽ തിരുവനന്തപുരം ബെൽറ്റിൻ്റെ പ്രിയപ്പെട്ട അമ്മ എന്ന് പറയാവുന്ന ശാരദാ നായർ എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഇനിയും ഒരുപാട് കാലം സിനിമാക്കാർ വീട്ടിൽ വന്നാൽ വച്ച് വിളമ്പാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ്, അതുപോലെ തന്നെ ഈ അമ്മയുടെ വയറ്റിൽ ജനിച്ച സുരേഷ് ഏട്ടൻ ഭാഗ്യവാനാണ് എന്ന്, ഭാഗ്യവാനെന്നല്ല അതിനും അപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേണ്ടതാണ്. അദ്ദേഹത്തിനും ഒരുപാട് ഇനിയും പ്രശസ്തമായ സിനിമകൾ നിർമ്മിക്കാനും അഭിനയിക്കാനും മലയാള സിനിമയുടെ ഭാഗധേയത്വം വഹിക്കാനുമൊക്കെയുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.